പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ഈസ്റ്ററിന് മുന്നോടിയായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കുകയാണ്. പ്രത്യാശയുടെ പ്രകാശത്തെ തടുത്തു നിർത്താൻ ലോകത്ത് ഒരു പ്രതിബന്ധത്തിനും സാധിക്കില്ലെന്ന സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രലിലെ ഉയിർപ്പ് ശുശ്രൂഷകൾക്ക് കർദിനാൾമാർ ബസിലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകുന്നു. തിരുവാങ്കുളം സെയിന്റ് ജോർജ് ദേവാലയത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയാണ്. കയറ്റം തുടരുകയാണ്. നമുക്ക് ഈ ജീവിതത്തിൽ അത് ഉണ്ടാകട്ടെ. ഞാൻ ഇത്തവണ തിരുവാങ്കുളം പള്ളിയിലെ ഈസ്റ്ററിൻ്റെ തിരുക്കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ നിങ്ങളൊക്കെ പറയും, നിങ്ങൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് സഭ മുഴുവൻ മാറാൻ, അസ്വസ്ഥതയുള്ളിടത്ത്, അനൈക്യമുള്ളിടത്ത്, അഭിപ്രായ വ്യത്യാസം ഉള്ളിടത്തൊക്കെ സഭ കരം കോർത്ത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ശൃംഖലയായിട്ട് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഉത്ഥാനത്തിന് നാളിൻ്റെ സർവമംഗളങ്ങളും ഞാൻ നേരുന്നു. ബലഹീനനും അഭിയുമായി എനിക്ക് വേണ്ടി കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ എറണാകുളം അതിരൂപതയെ നയിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചപ്പോൾ എൻ്റെ കഴിവിനപ്പുറത്ത് കർത്താവിൻ്റെ കരുണയ്ക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുമായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമ്മുടെ പിതാവായ തോമാസ് ശ്ലീഹായുടെ സംരക്ഷണവും നമ്മുടെ സഭയിൽ സകല വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥവുമൊക്കെ നമ്മുടെ കൂടെ ശുശ്രൂഷയിലുണ്ടാകാൻ ദൈവം ഇടവരുത്തട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ഉത്ഥാന പെരുന്നാളിൻ്റെ സർവമംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടെ മുഖ്യകാർമ്മികത്വം വഹിക്കുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങളുടെ ശുശ്രൂഷകൾ നടക്കുകയാണ്. ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ പാതിരാ കുർബാന പുരോഗമിക്കുകയാണ്. മിഥില ബാലൻ കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് ചേരുന്നു. മിഥില, വൈകുന്നേരം മുതൽ പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ, ശുശ്രൂഷകൾ പള്ളികളിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ. ഗോകുൽ, ദേവമാതാ കത്തീഡ്രലിലും ഈസ്റ്ററിന് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം ഈസ്റ്റർ സന്ദേശം നൽകുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത് മരണത്തെ കീഴടക്കിയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മരണത്തിൽ ജീവനുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവനുണ്ട് എന്ന ഒരു സന്ദേശമാണ് ഈ ഈസ്റ്ററിലൂടെ നൽകുന്നത്. അതുതന്നെയാണ് ഈ ദേവാലയങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറെ സന്തോഷത്തോടെ വിശ്വാസികളെല്ലാം തന്നെ ദേവാലയത്തിലെത്തുന്നു. ഈസ്റ്റർ എന്നത് സംബന്ധിച്ചിടത്തോളം മരണത്തെ കീഴടക്കി ക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഒരു ദിവസമാണ്, ആ ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ നാളെ വീടുകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുണ്ട്, ദേവാലയങ്ങളിലും പ്രാർത്ഥനകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ കോഴിക്കോട്ടെയും ദേവാലയങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് ഈ ചടങ്ങുകൾക്ക്, പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവാങ്കുളം സെയിന്റ് ജോർജ് ദേവാലയത്തിൽ നിന്ന് റാഫി കരീം ചേരുന്നുണ്ട്. അവിടെയാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. റാഫി, തനിക്ക് വേണ്ടി കൂടി, മേജർ ആർച്ച് ബിഷപ്പായ തനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർ റാഫേൽ തട്ടിൽ സംസാരിച്ചത്. ശുശ്രൂഷകൾ ഇനി എത്ര മണിവരെ നീളും? 12:30 മണിവരെയായിരിക്കും ഈ ഈസ്റ്റർ ശുശ്രൂഷകൾ സെന്റ് ജോർജ് ചർച്ചിൽ നടക്കുക. സെന്റ് ജോർജ് ചർച്ചിൽ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ്. അല്പസമയം മുൻപ് ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഈസ്റ്റർ സന്ദേശം ഈ ക്രൈസ്തവ വിശ്വാസികൾക്കായി പറഞ്ഞു. ഈ സന്ദേശത്തിൽ പ്രധാനമായും പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ പ്രത്യാശയുടെ ഈ സന്ദേശവുമായുള്ള ഈ ക്രിസ്തുവിന്റെ ഈസ്റ്റർ അത്
അത് പ്രത്യാശ ജനങ്ങൾക്കും പകരുന്നതാണ്. സന്തോഷത്തോടുകൂടി ഈ ഈസ്റ്റർ ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ് അദ്ദേഹം ഈ സന്ദേശത്തിൽ പറഞ്ഞത്. അല്പസമയം മുൻപ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതീകാത്മക ഒരു ചടങ്ങുകളും ഇവിടെ നടന്നിരുന്നു. ഒപ്പം തന്നെ പാതിര കുർബാനയും അല്പസമയത്തിനു ശേഷം പൂർത്തിയാകും. 12:30 ഈ പ്രത്യേക ഈസ്റ്റർ ശുശ്രൂഷകളെല്ലാം അവസാനിക്കുന്ന തരത്തിലാണ് സെന്റ് ജോർജ് ചർച്ചിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കൃത്യം 10:30 തന്നെയാണ് റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ ആരംഭിച്ചത്. എറണാകുളം ജില്ലയിലെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും പ്രത്യേകമായ പ്രാർത്ഥനകളും ഈസ്റ്റർ ശുശ്രൂഷകളും നടക്കുന്നുണ്ട്. 50 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കി വിശുദ്ധവാരം പൂർത്തിയാക്കിക്കൊണ്ട് ആണ് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടത്തിയിരിക്കുന്നത്. നാളെയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ രാവിലെ മുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. നാളെയും ഇത്തരത്തിലുള്ള പ്രത്യേക ശുശ്രൂഷകളും പള്ളികളിൽ നടക്കും. ശരി, റാഫി കരീമാണ് ഇപ്പോൾ തിരുവാങ്കുളം സെയിന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നുള്ള ശുശ്രൂഷകളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. ഇവിടെ പാളയം സെയിന്റ് ജോസഫ് പള്ളിയിൽ നിന്ന് MG പ്രതീഷ് ചേരുന്നു. പ്രതീക്ഷ 50 ദിവസം നീണ്ട നോമ്പുകാലം, അതിനുശേഷം പെസഹ, ദുഃഖവെള്ളി, ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയ്ക്കൊക്കെ ശേഷം ഇനി പ്രത്യാശയുടെയും ഉയിർപ്പിന്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈസ്റ്ററാണ്. അവിടെ നിന്നുള്ള ഈസ്റ്റർ ശുശ്രൂഷകളുടെ ഈ പാതിരാ കുർബാനയുടെ വിശദാംശങ്ങൾ. ഗോകുൽ, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ പാതിരാ കുർബാന അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. രാത്രി 10:30 പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിൽ പാതിരാ കുർബാനയും ശുശ്രൂഷ ചടങ്ങുകളും ആരംഭിച്ചത്. ഇപ്പോൾ ഈ ഒരു ക്രൈസ്തവ ഗാനം ആലപിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഈ പാതിരാ കുർബാന ഇവിടെ അവസാനിക്കും. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മ പുതുക്കലായ ഈസ്റ്ററിൻ്റെ ഒരു സന്തോഷത്തിലാണ് ക്രൈസ്തവ വിശ്വാസികൾ ഉള്ളത്. ഈ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് ആദ്യഘട്ടത്തിൽ പാതിരാ കുർബാനയും മറ്റ് ശുശ്രൂഷ ചടങ്ങുകളും നടന്നത്. അവിടെ കർദിനാൾ മാർ ബസോലിയോസ് ക്ലിമിസ് ബാവയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കുർബാന ചടങ്ങുകളും പ്രദക്ഷിണവും ഒക്കെ തന്നെ നടന്നിട്ടുള്ളത്. നിരവധി വിശ്വാസികളാണ് ഈ പാതിരാ കുർബാനയിലും ഉയിർപ്പുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷ ചടങ്ങുകളിലും പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 50 ദിവസമായി ക്രൈസ്തവ വിശ്വാസികൾ അനുഷ്ഠിച്ചു വന്ന നോമ്പിൻ്റെ ഒരു പരിസമാപ്തി കൂടിയാണ് ഈസ്റ്ററോടുകൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പുതിയ കാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതിയ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഒരു ദിനം കൂടിയാണ് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് കടന്നു വരുന്നത്. അത്തരത്തിൽ എല്ലാം വലിയ തരത്തിലുള്ളൊരു പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളായിരുന്നു വിവിധ ക്രൈസ്തവ പള്ളികളിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു ചടങ്ങുകൾ ഇപ്പോൾ പാളയത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടിയാണ് ഈ പ്രത്യാശയുടെ ദിവസങ്ങളിലേക്ക് ഈ ക്രൈസ്തവ വിശ്വാസികൾ കടക്കുന്നത്. എത്ര ദുരിതത്തിലൂടെയും കഷ്ടപ്പാടുകളുടെയും കടന്നുപോയാലും അതിന് ഒരു ശുഭകരമായ ഒരു ഉയർപ്പുണ്ട് എന്നതാണ് ഈ ഈസ്റ്റർ കൊണ്ട് തന്നെ ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സന്തോഷത്തിലും ഒരു സമാധാനത്തിലുമാണ് ഈസ്റ്ററിനെ ഓരോ ക്രൈസ്തവ വിശ്വാസികളും വരവേൽക്കുന്നത്. സ്നേഹത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ടാണ് ഫാദർ തോമസ് ജെ നെറ്റോ അല്പസമയം മുമ്പ് ഈ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ പ്രസംഗിച്ചത്. എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും ഈസ്റ്റർ ദിന സന്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. നാളെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രത്യേക ചടങ്ങുകളൊന്നും തന്നെ നിലവിൽ പള്ളികളിൽ ഇല്ല. പക്ഷേ വിവിധ പള്ളികളിലൊക്കെ തന്നെ ഈസ്റ്ററിന്റെ തലേ ദിവസം ഈ സമയങ്ങളിലാണ് വിവിധ ശുശ്രൂഷ ചടങ്ങുകളും കുർബാനകളും ഒക്കെ തന്നെ നടന്നിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് പറയാനുള്ളത്. വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ, പാതിരാ കുർബാനയും തിരുക്കർമ്മങ്ങളും ഒക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഏതായാലും 50 നാൾ നീണ്ട സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നോമ്പുകാലത്തിൻ്റെ വ്രതശുദ്ധിയുടെ ഒക്കെ കാലം കഴിഞ്ഞ് അതിനുശേഷം ദുഃഖവെള്ളിയുടെയും പെസഹവ്യാഴവും ഒക്കെ കടന്ന് ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്മരണകൾക്ക് ശേഷം ഇനി ഉയർപ്പിൻ്റെ പ്രതീക്ഷയുടെ നാളുകളിലേക്കാണ് ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ക്രിസ്തീയ വിശ്വാസികൾ ലോകമെമ്പാടും.